ശേഷം പടക്കൊക്കെ പൊട്ടിച്ച് എല്ലാരും കണിയൊക്കെ പൊട്ട. ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷുവിടെ എല്ലാരും കണിയൊക്കെ വെക്കില്ലേ? ഞങ്ങളെന്തായാലും പുലർച്ചെ കണിയൊക്കെ കണ്ട് പടക്കം പൊട്ടിച്ച് പൂജയൊക്കെ കത്തിച്ച് ഇപ്പൊ ചായടിച്ച് ഇവിടെ ഇരിക്കുകയാണ്. പിന്നെ ഈ സദ്യ, അടുത്തത് സദ്യയാണ്. പടക്കം ഇനിയും ബാക്കിയുണ്ട്, അതിന് കുറച്ച് നേരം. സദ്യയാണ് മെയിൻ, അതില് പായസം അതിലേറെ മെയിനാണ്. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇനിയും പടക്കം പൊട്ടിക്കുന്നത്. പിന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ കണിക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അമ്മി സച്ചതൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഒരുവിധം കണിക്കുള്ള ഒരുക്കങ്ങളൊക്കെ രാത്രി തന്നെ ചെയ്യും കേട്ടോ. ഞങ്ങളെ കണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതില് കുറച്ചുകൂടി സാധനം വെക്കാണ്ട്, കിണ്ടി പിന്നെ അപ്പം അങ്ങനത്തെ ഒക്കെ വെക്കാണ്ട്, സ്വർണ്ണമൊക്കെ വെക്കാണ്ട്. അതൊക്കെ ഇനി അമ്മ രാവിലെ വിളക്കെത്തിക്കുമ്പോ അമ്മ വെക്കും. അങ്ങനെ പുലർച്ചെ അമ്മ കണിയൊക്കെ ഒരുക്കി ആദ്യം തന്നെ അച്ഛനെ വിളിച്ചുണർത്തി കണിയൊക്കെ കാണിക്കുകയാണ്. അച്ഛൻ കണി കണ്ടതിന് ശേഷം പിന്നെ ചേച്ചീനെ വിളിച്ചുണർത്തി ചേച്ചീനെ കണി കാണിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാനും കണി കണ്ട് കേട്ടോ. അവസാനമായിട്ടാണ് പിന്നെ കുംഭകർണനെ കൊണ്ടുവന്നത്. അങ്ങനെ ഓന് കണി കണ്ടിട്ടോ. ഈ വർഷം ഞങ്ങൾ കണ്ട കണി നിങ്ങൾക്കും കാണണ്ടേ? ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇത്തവണത്തെ കണി. ഞങ്ങളെല്ലാവരും കണി കണ്ടതിന് ശേഷം പിന്നെ അച്ഛൻ എല്ലാവർക്കും വിഷുക്കൈനീട്ടം തന്നിട്ടോ. പിന്നെ പടക്കം പൊട്ടിക്കലും ബൂത്തിരി കത്തിക്കലിൻ്റെ ഒക്കെ പൂരായി. അച്ഛൻ്റെ കൂടെ ഞങ്ങളും പടക്കം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ഞങ്ങൾ അങ്ങനെ ഇട്ടപ്പോൾ റിമൂവ് ചെയ്തതാണ് യൂട്യൂബ്. അതുകൊണ്ട് പൂത്തിരി കത്തിക്കണമൊക്കെയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. പടക്കം പൊട്ടിക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല. കത്തിനെ മാറിക്കാള്. ചേച്ചിയൊക്കെ പിന്നെ അവിടെ സദ്യക്കുള്ള ഒരുക്കങ്ങളിലാണ്. പിന്നെ ഞാന് വിഷു സ്പെഷ്യലായിട്ട് ഒരു കൃഷ്ണനെ വരച്ചിരുന്നു. അപ്പൊ എങ്ങനെയുണ്ട് കൃഷ്ണൻ? എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. പക്ഷെ ഇവിടെ അമ്മയ്ക്ക് ചുരിദാർ എന്തോ അടിക്കുകയാണ്, തയ്ക്കുകയാണ്. അപ്പോൾ അത് കാണിച്ചു. അപ്പോൾ അമ്മയും ചേച്ചിയൊക്കെ അവിടെ സദ്യക്കുള്ള ഒരുക്കങ്ങളിലാണ്. അപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് പോയേക്കാം. നമുക്ക് ഉണ്ടാക്കണം. പായസം ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. പായസം അടപ്പായസം ഉണ്ടാക്കാണ്. അപ്പൊ ചേച്ചി ഇവിടെ എന്തോ അരിയുണ്ട്. ചേച്ചി എന്തോ അരി? പൈനാപ്പിൾ കിച്ചടിക്കുള്ള പൈനാപ്പിൾ അരിയാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പൊ ചേച്ചി ഇവിടെ പൈനാപ്പിൾ കിച്ചടിക്കുള്ള പൈനാപ്പിൾ അരിയുകയാണ്. അമ്മ അവിടെ പായസത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയാണ്. അപ്പൊ ഗായ്സ്, ഞാൻ ഇതാക്കണേ പായസം അവിടെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഇതാക്കണേ പച്ചടി എല്ലാം ഉണ്ടാക്കണേ. പൈനാപ്പിൾ കിച്ചടി കിച്ചടി ഉണ്ടാക്കണ്ട അമ്മ പൈനാപ്പിളിന്റെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസമാണ് കേട്ടോ അടപ്പായസം. അടപ്പായസമാണ് ഇന്ന് ഉണ്ടാക്കണേ.
സച്ച് മാത്രല്ല കേട്ടോ ഗൈസ്, ഞാനും ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവൻ പറയും തിന്നാൻ നേരത്തെ മാത്രം മതി എന്ന്. ഇനിയിപ്പോൾ പറയുന്നത് അച്ഛന് മാത്രമല്ല കേട്ടോ, വീട്ടിലെല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമായി അടപ്പായസാണ്. നല്ല മണം വരുന്നുണ്ട് ഗൈസ്. അതിന്റെ കാര്യം കട്ടപ്പോക. അങ്ങനെ സദ്യയൊക്കെ ഒരുക്കിയതിന് ശേഷം അമ്മ കറികൾക്കൊക്കെ വറവിടുകയാണ്. പിന്നെ പപ്പടം കാച്ചാണ്ടായിരുന്നു, അപ്പം അതും കൂടി കാച്ചിയെടുത്തു. അങ്ങനെ സദ്യ ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് ഇനി വാഴൻ്റെ ഇല എടുക്കാൻ വേണ്ടി പോവാണ്. സദ്യ കഴിക്കാനാണ് ഗൈസ്, ഭയങ്കര എടുക്കാം. സദ്യ കഴിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ സദ്യ കഴിച്ചിട്ടുണ്ട്. ഗൈസ് ഇത് കണ്ടോ, പായസം സദ്യയും കൂടി കഴിക്കുന്നതാണ് ഈ സച്ചൂന്റെ പണി. ഇതിന്റെ ഒരു പേരില്ലേ? അപ്പൊ ഞങ്ങള് മാമന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി മാറ്റി നിൽക്കാണ്. ഇനി ഞങ്ങള് ഇപ്പൊ തന്നെ പോകും മാമന്റെ വീട്ടിലേക്ക്. അപ്പൊ ഇത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ. അപ്പൊ എല്ലാരും വിഷു അടിച്ചു പൊളിക്കുക.